ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫിഷ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാളമീനാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് പീസാക്കി വയ്ക്കാം. ആദ്യം ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഒരു ബൗളിലോ ചട്ടിയിലോ എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം വെളിച്ചെണ്ണയിൽ കുഴച്ച് കട്ട് ചെയ്ത് മീനെല്ലാം നല്ലോണം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാം. അത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ഇട്ട് അല്പം വഴറ്റാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഏതാണ്ട് ഒരു 10-15 ചെറിയ ഉള്ളി ഇടാം. ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി ഇടാം. നന്നായി വഴണ്ടതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അതുകൂടി പിഴിഞ്ഞ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത മീനിടാം. അടച്ച് വെച്ച് ഏതാണ്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. അതിലേക്ക് എടുത്ത് വെച്ചിരുന്ന ഞാൻ ഏതാണ്ട് അരമുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് ഒഴിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 2 തൊണ്ടൻ മുളക് കൂടി കീറിയിട്ട് വെച്ചാൽ നമ്മുടെ ഫിഷ് റോസ്റ്റ് റെഡി. ഇന്ന് മുഹറം നോമ്പാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ ഇതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കേ, ബൈ ബൈ.